നമസ്കാരം. വീണയ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. സംസ്ഥാനം പനിക്കിടക്കയിൽ. സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം വെള്ളിയാഴ്ച മാത്രം ചികിത്സ തേടിയത് 11,438 പേർ. 5 ദിവസത്തിനിടെ 1,00,000-ലേറെ പേർ പനി ബാധിതരായി. 3 മരണം റിപ്പോർട്ട് ചെയ്തു. 109 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 25 പേർക്ക് എലിപ്പനി. 64 പേർ മഞ്ഞപ്പിത്ത ബാധിതർ. കോവിഡ് 158 പേർക്ക്. അതീവ ജാഗ്രത പ്രഖ്യാപിച്ച് ആരോഗ്യവകുപ്പ്. കേരളീയ സമൂഹം ശാസ്ത്ര പ്രബുദ്ധത വീണ്ടെടുക്കണമെന്ന് മന്ത്രി കെ രാജൻ. ആഭിചാരങ്ങൾ ആഘോഷമാക്കുന്ന പ്രവണത സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കില്ലെന്ന് റവന്യൂ മന്ത്രി. ശാസ്ത്ര സ്ഥാപനങ്ങൾ സാമൂഹ്യ നന്മയ്ക്കായി പ്രവർത്തന രീതികളിൽ മാറ്റം വരുത്തണമെന്നും ആഹ്വാനം. കേരള വനഗവേഷണ സ്ഥാപനം സുവർണ ജൂബിലി നിറവിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വനം വകുപ്പെടുത്ത തെറ്റായ തീരുമാനങ്ങൾ ഒടുവിൽ തിരുത്തി അധികൃതർ. പിരിച്ചുവിട്ട മച്ചാട് റേഞ്ചിലെ 11 വാച്ചർമാർക്ക് പുനർനിയമനം. വേനൽക്കാലത്ത് കാട്ടുതീ പ്രതിരോധം ലക്ഷ്യമിട്ടാണ് നിയമനം നടന്നത്. കാലവർഷം ആരംഭിച്ചതോടെയാണ് പിരിച്ചുവിട്ടത്. കാട്ടാന ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് വീണ്ടും നിയമനം. BJP-യിൽ ചേരുമെന്ന വാർത്തകൾ അഭ്യൂഹവും അടിസ്ഥാനരഹിതവുമെന്ന് തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്. താൻ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്നും പ്രഖ്യാപനം. രാഷ്ട്രീയ നിറം നോക്കി വികസനം ഇല്ലാതാക്കാനാവില്ല. CPI-ക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും വർഗീസ്. നീറ്റ് UG കൗൺസിലിംഗ് മാറ്റിവെച്ചതിനെ ചൊല്ലി വിവാദം. ശനിയാഴ്ച നടക്കാനിരിക്കെയാണ് മാറ്റം. പുതിയ തീയതി പ്രഖ്യാപിക്കാതിരുന്നതിനെ തുടർന്ന് രാജ്യത്ത് മെഡിക്കൽ പ്രവേശനം അനിശ്ചിതത്വത്തിൽ. തീയതി മാറ്റിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. തീയതി നിശ്ചയിച്ചിരുന്നില്ലെന്നും വിശദീകരണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റേഷൻ വ്യാപാരികളോട് വെച്ചു പുലർത്തുന്നത് കൊടിയ ദ്രോഹവും കടുത്ത അവഗണനയുമെന്ന് റേഷൻ വ്യാപാരികൾ. തുടർച്ചയായി 4 ദിവസം പൊതുവിതരണ കേന്ദ്രങ്ങൾ അടഞ്ഞുകിടക്കും. സംയുക്ത സമര സമിതി നടത്തുന്ന ദ്വിദിന റേഷൻ കടയടപ്പ് സമരം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ. തലപ്പിള്ളി താലൂക്കിൽ വ്യാപാരി കരുത്ത് വിളിച്ചോതി പ്രകടനം. പ്രതിഷേധ പൊതുസമ്മേളനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിൽ ഡിജിറ്റൽ സർവേ 2ാം ഘട്ടത്തിൽ. ചാവക്കാട് താലൂക്കിലെ ബ്രഹ്മകുളം വില്ലേജ് ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് അങ്കണവാടി ജീവനക്കാരുടെ ജൂൺ മാസത്തിലെ ഹോണറേറിയം വിതരണത്തിന് 10.88 കോടി രൂപ അനുവദിച്ചു. ഈ വർഷം സംസ്ഥാന വിഹിതമായ വിതരണത്തിന് ബജറ്റിൽ ഉൾപ്പെടുത്തിയത് 144.81 കോടി രൂപ. 33,115 അങ്കണവാടികളിലെ 66,000-ൽ പരം ജീവനക്കാർക്ക് ആശ്വാസം. കളരിപ്പണിക്കർ ഗണക കണിശ സഭയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ മികവ് 2024 അക്കാദമിക് പ്രതിഭകൾക്ക് ആദരമൊരുക്കി സഭാ നേതൃത്വം. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ കരുത്തായി പരിപാടി.